Hello friends, welcome to our family. Welcome to our family backbench couple. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും പറയുന്നതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഡിഫറെൻ്റ് ആയിപ്പോയി. എന്താ ചെയ്യുക? അപ്പോൾ സാധാരണ ഞങ്ങൾ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇൻട്രോ ഇട്ട് വെറുപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോയെ ആവശ്യമില്ല, ആ ടൈറ്റിൽ മാത്രം മതി. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മനസ്സിൽ. അപ്പോൾ എന്താണെന്നുള്ളതല്ലേ, കൂടുതൽ ഇൻട്രോ ഒന്നും വേണ്ട, പൊറോട്ടയും ബീഫും. അപ്പോൾ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കഴുകി സെറ്റാക്കണം. കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി 2 പാത്രത്തിലും ചേർക്കാം. രണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുക്കറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് 2 പാത്രത്തിൽ എടുത്തേക്കുന്നത്. കഴുകുമ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ കഴുകാം, 2 കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വാ കഴുകാം. പുറത്ത് പോയിരുന്ന് സൗകര്യത്തോടെ അമ്മ കഴുകാമെന്ന് പറഞ്ഞിട്ടാണ്. പുറത്താകുമ്പോൾ സൗകര്യത്തോടെ ഇരുന്ന് ഇവിടെ തന്നെ വേസ്റ്റ് വെള്ളമൊക്കെ കളഞ്ഞ് സൗകര്യമായിട്ട് കഴുകാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും മിനിമം കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിൽ ആ ചോരയും കാര്യങ്ങളൊക്കെ, അതെ, എത്ര കഴുകിയാലും ചിലപ്പോൾ അത് ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും 4 പ്രാവശ്യമെങ്കിലും മിനിമം കഴുകിയെടുക്കണം. നമ്മുടെ പാറമ്മയാണെങ്കിൽ ഇത്തിരി വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കെയർ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് 4 പ്രാവശ്യമെങ്കിലും പാറമ്മ മാറ്റി മാറ്റി കഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം അമ്മ കഴുകിയിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ആ ചോരയുടെ കളറും കൊഴുകൊഴുപ്പൊക്കെ പോയി. ബെസ്റ്റ്. അപ്പോൾ കഴുകിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുക്കളയിലോട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലിട്ടൊന്ന് ബീഫിന് വേവിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് സമയം എടുക്കും അല്ലെങ്കിൽ അടുപ്പിൽ ഇരുന്ന് വേവാനായിട്ട്. അങ്ങനെയുള്ള കലാപരിപാടികളും ഇതിനിടയ്ക്കുണ്ട്. അപ്പോൾ അമ്മ ദാ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് ഗ്യാസിൽ സാധനം വെച്ചു. കുട്ടിയാണെങ്കിൽ വെയിറ്റിംഗ് ആണ്. ഏട്ടയ്ക്ക് കൊടുക്കാനുള്ളൊരു പീസും കൊണ്ട് ചേച്ചി പോവുകയാണ്, പാവം. കഴിക്കണ കഴിപ്പ് കണ്ട. ക്യാമറ കണ്ടു ശരിയായില്ല. അപ്പോൾ ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്, പക്ഷേ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ അമ്മിയിൽ തന്നെ ചതച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് പാറമ്മ. ശരിക്കും അതൊരു നല്ല തീരുമാനം കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ടേസ്റ്റുകൾ കിട്ടണമെങ്കിൽ അത് അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുക്കണം. അങ്ങനെ അരപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി അരക്കുകയല്ല, ചതക്കുകയാണ് ചെയ്യണത്. അത്രയും മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളി അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമത്രേ. അതുകൊണ്ട് ചതച്ചാൽ മതി. അപ്പോൾ ഉള്ളി ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി, ഒരു കുറച്ച് വെളുത്തുള്ളി, ഇത് 3 കൂടി ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കണ്ട, ടേസ്റ്റ് പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മതി. ആ ചതക്കലും കഴിഞ്ഞു. ഇത്രയും മതി എന്നാണ് പറയണത്. ആയിക്കോട്ടെ. അരപ്പ് കഴിഞ്ഞു. അമ്മിക്കല്ലും കഴുകി. തക്കാളി അരിഞ്ഞ് വേണം ചേർക്കാൻ. അപ്പോൾ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഒരു അത്ഭുതം. 3-4 വിസിൽ വരെ വേവിക്കുക. വേവിച്ച ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് അധികം മല്ലിപ്പൊടി, നമ്മളൊരു 3 കിലോ ബീഫോളം വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് അധികം മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൊടി,
കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മീറ്റ് മസാല, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി. നമ്മളൊക്കെ മുളക് പൊടി നിറയെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കൂട്ടി ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് വതക്കുക. അതൊരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വതക്കിക്കൊണ്ടിരിക്കണം. ആയിക്കോട്ടെ. പച്ചമണം പോണ വരെ, ഒരു മുഴുത്ത കളർ കിട്ടണ വരെ, ഇങ്ങനെ കളർ കിട്ടണ വരെ അതിനങ്ങോട്ട് വതക്കിക്കൊണ്ട് അങ്ങോട്ട് ഇരിക്കുക. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്ത് നമ്മളപ്പോൾ ചതച്ച് വെച്ചിരുന്ന പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ വഴറ്റി വേണം എടുക്കാൻ. അതിൻ്റെ കളറൊന്ന് മാറണ വരെ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഗോൾഡൻ കളർ വരുന്ന വരെ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ആ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന ബീഫിനെ എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലാക്കണം. അതിൽ വേവിച്ച വെള്ളം കളയരുത്, അത് സ്റ്റോക്കാണ്. അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലാക്കി വയ്ക്കുക തൽക്കാലം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴങ്ങി ഒരു ബ്രൗൺ ഗോൾഡൻ കളർ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ പാർട്ട് ബീഫ് കൂടി നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നു. അതും ഇതുപോലെ 3-4 വിസിൽ വേവിക്കണം. നമ്മൾ മുമ്പ് തക്കാളി ചേർത്ത് വഴറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നു പോയതാണ്. നമ്മളിപ്പോൾ തക്കാളി കൂടി ചേർത്ത് വഴറ്റാണ്. 1 2 3 മതിയാവും. പിന്നെ പാത്രത്തിൽ കടത്തി വേവിക്കാം. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ കൂടെ നമ്മൾ വഴറ്റി വെച്ച പൊടികളൊക്കെ ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ വതക്കി വെച്ച ആ സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കുക. പിന്നെ നമ്മൾ സ്റ്റോക്ക് വെള്ളം, നമുക്ക് എത്രത്തോളമാണോ വെള്ളം കറിയിലുമായിട്ട് വേണ്ടത്, അതോ ഡ്രൈ ആയിട്ടാണോ വേണ്ടത്, അതിനനുസരിച്ച് സ്റ്റോക്ക് വെള്ളം അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷനായിട്ട് വേവിച്ച സാധനങ്ങളാണ് ഇത് ചേർക്കണമെന്നുള്ളതുകൊണ്ട് ഈ അരപ്പുകൾ പിടിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ സെക്ഷൻ വേവിച്ച് ചേർക്കേണ്ടതാണ്. നമ്മൾ ഈ 2 പ്രാവശ്യമായിട്ട് വേവിച്ചത് വലിയ സൈസ് കുക്കറില്ലാത്തതുകൊണ്ടാണ്. ചാറോടുകൂടിയുള്ള കറിയാണ്. അപ്പോൾ നമ്മളിത്തിരി ചാറോടുകൂടിയുള്ള കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ലെവലിലാണ് തിളപ്പിക്കാൻ പോകുന്നത്. നമുക്കിനിയിപ്പോൾ അത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കുറേ നേരം അടച്ച് വെച്ചിട്ട് വെന്തോന്ന് നോക്കാം. ആഹാ, അടിപൊളി മണം, ഇഡ്ഡലിനായിട്ട് വേണ്ടിയിട്ടുണ്ട്. ആഹാ, സൂപ്പർ. അതിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന 5 കോടി ചൂടാ. ഇങ്ങനെ അടുപ്പിലെ കൊണ്ട് നിൽക്ക്. നീ പൊറോട്ട പണി നോക്കിയാൽ അതിന് ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കാം. ഓക്കെ. കുട്ടി പാത്രം കാലിയാക്കി തുടച്ചുണ്ട്. ഏട്ട എങ്ങനെയാന്ന് നോക്കട്ടെ. ഏട്ട കുറച്ച് സ്ലോ ആണ്. കഴിക്കട്ടെ. അപ്പം കല്ല് ചൂടാവണം മുൻപ് നമുക്കൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇന്ന് വാങ്ങിയ പൊറോട്ട പറയുന്നത് ഹാഫ് കുക്കഡ് പൊറോട്ടയാണ്. ഈ ഹാഫ് കുക്കഡ് പൊറോട്ട വാങ്ങിയത് ബെസ്റ്റ് പ്രീമിയം ഫുഡ്സ് എന്നാണ്. പാലക്കാട് ചിറ്റൂർ റോഡിലെ കല്ലിങ്കൽ എന്ന സ്ഥലത്താണ് അത് ഉള്ളത്. അവിടെ ഹാഫ് കുക്കഡ് പൊറോട്ട മാത്രമല്ല ഉള്ളത്, അവിടെ ഫുൾ കുക്കഡ് പൊറോട്ടയും പത്തിരിയും ബട്ടൂരിയും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പൊറോട്ടയുടെ 10 എണ്ണത്തിന്റെ ഒരു പാക്കറ്റിന് 50 രൂപയേ ഉള്ളൂ. അപ്പൊ ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള വെജ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. 250 രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്ന അടുത്തുള്ള ആൾക്കാർക്ക് ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടുന്ന് തീർച്ചയായിട്ടും ഫുഡ് ഐറ്റംസ് വാങ്ങാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാം.
ചൂട് പൊറോട്ട ആയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് തട്ടി രൂപപ്പെടുത്താതെ പൊറോട്ട ലെയർ ആയിട്ട് വരും. അപ്പോൾ എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് പൊറോട്ട അടിച്ച് പരത്താം. ചൂടായിട്ട് ഒട്ടിപ്പിടിച്ചു. പേടിച്ച് നിൽക്കണം. ചൂട്. ഇനിയിപ്പോൾ പൊറോട്ട ആയിട്ടുണ്ട്, ബീഫ് കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി? രണ്ടെണ്ണേ ഉള്ളൂ. മെല്ലെ വഴിയെ കഴിക്കുന്നതായിരിക്കും. സെറ്റായി സെറ്റായി. ഇന്നൊക്കെ ഒരു പൊടി കുറച്ചങ്ങോട്ട് എടുത്തിട്ട് സൈഡിലേക്ക് അങ്ങോട്ട് കഴിച്ചിട്ട് സൺഡേ ഫണ്ടേ. എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൊറോട്ടയും ബീഫ് കറിയും ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി അത് കഴിക്കാം. ഇപ്പോൾ ഇന്ന് 2 പൊറോട്ട ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന രീതി മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ 2 പൊറോട്ട ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത്. ആ കുരുമുളകൊക്കെ സൂപ്പറായിട്ട്. കുരുമുളകിൻ്റെ മല്ലിയുടെ പറയാനും പറ്റില്ല. കുരുമുളകിൻ്റെ നല്ല എരിവ്, മല്ലി ഇട്ടതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും, അടിപൊളി. ചൂട് പൊറോട്ടയും എന്തുവാണ് സൺഡേ ഫണ്ടേ. ഓ നല്ല എരിവ്. നമ്മൾ കള്ളി ഷാപ്പിലേക്ക് കഴിക്കുന്ന കറി പോലെ അല്ലേ? അല്ല, കള്ളി ഷാപ്പിലെ കറികൾ അങ്ങനെയാണ്. നല്ല എരിവും. അപ്പം ഞങ്ങൾ ഇന്നത്തെ പൊറോട്ടയും ബീഫും കശാപ്പാക്കാൻ പോണ്. ഇത് ടേസ്റ്റ് ചെയ്ത് മാത്രം, നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത് മാത്രം. കുട്ടിയുണ്ട്, കുക്കുമുണ്ട്. അപ്പോൾ ഇന്നത്തെ പൊറോട്ടയും ബീഫ് കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാറുവിന് ഫുൾ ക്രെഡിറ്റ്. നമ്മൾ പൊറോട്ട മാത്രം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളുടെ പൊറോട്ട ബീഫ് ടൈം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ. ഒന്ന് പോകാൻ